ആരാണ് ഇത്തവണത്തെ ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ കോടീശ്വരന്മാർ? തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് ഒക്ടോബർ 9 നടക്കുമ്പോൾ ഭാഗ്യവാനെ അല്ലെങ്കിൽ കോടീശ്വരനെ അല്ല കാണുന്നത്, കോടീശ്വരന്മാരുടെ ഒരു കളിയായിരിക്കും കേരളത്ത്. തിരുവോണം ബമ്പർ നറുക്കെടുപ്പിലേക്ക് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഓണം ബമ്പർ ടിക്കറ്റ് വില 500 രൂപയാണെങ്കിലും ചൂടപ്പം പോലെ ഇപ്പോഴും ടിക്കറ്റുകൾ വിറ്റു പോവുകയാണ്. മാത്രമല്ല, ഇത്തവണ തിരുവോണം ബമ്പർ അടിച്ചാൽ കോടീശ്വരൻ ഒരാളല്ല, കോടീശ്വരന്മാരുടെ കളിയായിരിക്കും. ലോട്ടറി ഏജന്റ് അടക്കം 22 പേരായിരിക്കും ഇത്തവണ കോടീശ്വരന്മാരാകുന്നത്. നിരവധി ആളുകൾ ലക്ഷാധിപതികളാകും. ലോട്ടറി അടിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ ഈ ചടങ്ങുകൾ അങ്ങ് ആരംഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവകാശികൾ കൃത്യമായ രേഖകളുടെ പിൻബലത്തോടെ വേണം ലോട്ടറി അടക്കം ക്ലെയിം ചെയ്യാൻ എന്നാണ് വിവരങ്ങൾ. അതായത് ടിക്കറ്റിന്റെ ഉടമയുടെ ഐഡന്റിറ്റി തെളിയിക്കുന്നതടക്കമുള്ള നിയമപരമായ പ്രക്രിയകളൊക്കെ വളരെ കൃത്യമായി തന്നെ ചെയ്യേണ്ടതുണ്ട്. 5000 രൂപ വിലയുള്ള സമ്മാനങ്ങൾ ലോട്ടറി ഏജന്റുമാരിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. എന്നാൽ 5000-ൽ കൂടുതൽ വരുന്ന സമ്മാനങ്ങൾക്ക് ബാങ്കിനെയോ അല്ലെങ്കിൽ ലോട്ടറി ഓഫീസിനെയോ ആയിരിക്കണം സമീപിക്കേണ്ടത്. മാത്രമല്ല, കേരള സർക്കാർ 2005 പാസാക്കിയ ലോട്ടറി ചട്ടങ്ങൾ പ്രകാരമാണ് ലോട്ടറി നറുക്കെടുപ്പുകളും സമ്മാന വിതരണവുമെല്ലാം നടക്കുന്നത്. 25 കോടി രൂപ ഒന്നാം സമ്മാനം നൽകുന്ന തിരുവോണം ബമ്പർ ഇത്തവണ നിരവധി കോടിപതികളെ ആയിരിക്കും സൃഷ്ടിക്കുക. 1 കോടി രൂപ വീതം 20 പേർക്ക് രണ്ടാം സമ്മാനങ്ങളും തിരുവോണം ബമ്പർ വാഗ്ദാനം ചെയ്യുകയാണ്. 2.5 കോടി രൂപ ഒന്നാം സമ്മാനം അർഹമായ ടിക്കറ്റ് വിറ്റ ഏജൻസിക്ക് കമ്മീഷനായും ലഭിക്കും. 50 ലക്ഷം രൂപയുടെ 20 മൂന്നാം സമ്മാനങ്ങളുണ്ട്. ഒക്ടോബർ 9 2:30 മണിക്ക് നറുക്കെടുക്കുന്ന BR 99 തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ ടിക്കറ്റ് വിലയാകട്ടെ 500 രൂപയാണ്. അതേസമയം ലോട്ടറി അടിച്ചാൽ വിജയിക്ക് കിട്ടുന്ന തുകയും വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതായത് വാഗ്ദാനം ചെയ്യുന്ന തുക മുഴുവനായും ഭാഗ്യക്കുറി വിജയികൾക്ക് നൽകാറില്ല. ആദായ നികുതിയും വിഹിതവും സർചാർജ് കഴിച്ചുള്ള തുകയാണ് വിജയിക്ക് ലഭിക്കുക എന്നാണ് ലോട്ടറി വകുപ്പ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതിന് പുറമെയാണ് ഏജന്റ് കമ്മീഷൻ. തിരുവോണം ബമ്പർ ലോട്ടറി വാഗ്ദാനം ചെയ്യുന്ന ഒന്നാം സമ്മാനം 25 കോടി രൂപയാണ്. അതിലെ ഏജന്റ് കമ്മീഷനെ 10%, ഓണം ബമ്പറിന്റെ കാര്യത്തിലും 2.5 കോടി രൂപ വരും. ഒന്നാം സമ്മാന തുക 25 കോടിയിൽ ഏജന്റ് കമ്മീഷൻ കഴിച്ചുള്ള 22.5 കോടി രൂപയാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാന് ലഭിക്കേണ്ട സമ്മാന തുക. എന്നാൽ ഈ തുകയിൽ നിന്നാണ് ആദായ നികുതി കണക്കാക്കുക. 10 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം ലഭിക്കുന്നവർ അടയ്ക്കേണ്ട ആദായ നികുതി 30%. അതായത് ആദായ നികുതി 30% കൂട്ടി ലോട്ടറി വകുപ്പ് നേരിട്ട് ആദായ നികുതി ഇനത്തിൽ അടയ്ക്കും. ഇങ്ങനെ 6,75,00,000 രൂപയാണ് TDS ഇനത്തിൽ കുറയ്ക്കുക. ബാക്കി വരുന്ന 15,75,00,000 നേരിട്ട് അക്കൗണ്ടിലേക്ക് നൽകില്ല. 50 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർ ആദായ നികുതി നിയമപ്രകാരം സർചാർജ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. അതും വരുമാന സ്ലാബുകൾ അനുസരിച്ച് വ്യത്യസ്തപ്പെട്ടിരിക്കും. 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ 10%, 1 കോടി രൂപ മുതൽ 2 കോടി വരെ 15%, 2 കോടി മുതൽ 5 കോടി വരെ 25%, 5 കോടിക്ക് മുകളിൽ 37%മാണ് സർചാർജ്. ഇവിടെ സമ്മാനത്തുക 15 കോടിക്ക് മേലെ ആയതിനാൽ വിജയിയുടെ പേരിൽ ഒടുക്കേണ്ടി വരുന്ന സർചാർജ് 37%. ഏതാണ്ട് 2.5 കോടി രൂപ സർചാർജ് ഇനത്തിൽ തന്നെ പിടിക്കുന്നതാണ്. ഇതിനു പുറമെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ഇനത്തിൽ 4% കൂടി അടയ്ക്കുമ്പോൾ സമ്മാന തുകയിൽ നിന്ന് 37 ലക്ഷത്തോളം രൂപയായിരിക്കും കുറയുക. അതായത് ഏജന്റ് കമ്മീഷൻ കഴിഞ്ഞ് ഒന്നാം സമ്മാന വിജയിക്ക് കിട്ടേണ്ടത് 22.5 കോടിയിൽ നിന്ന് വിവിധ ഇനങ്ങളിലായി 9,61,74,000 രൂപ കൂടി പിടിക്കും. എല്ലാം കഴിഞ്ഞ് ജേതാവിന് കിട്ടുക 12,88,26,000 കോടി രൂപയായിരിക്കും. അതായത് ലോട്ടറി അടിച്ചു കിട്ടിയ പണം കൊണ്ട് നേടുന്ന പലിശ വരുമാനത്തിൽ പിന്നീട് വരുന്ന വർഷങ്ങളിലടക്കം നികുതി വരും. കഴിഞ്ഞ വർഷത്തെ സമ്മാനഘടന മാറ്റാതെ തന്നെയാണ് സർക്കാർ ഇത്തവണയും തിരുവോണം ബമ്പർ ലോട്ടറി അവതരിപ്പിച്ചിരിക്കുന്നത്. ലോട്ടറി വകുപ്പ് അച്ചടിച്ചിറക്കിയിരിക്കുന്നത് 90 ലക്ഷം ബമ്പർ ടിക്കറ്റുകളാണ്. ശരാശരി കണക്കെടുത്താൽ 4 മലയാളികളിൽ ഒരാൾ തിരുവോണം ബമ്പർ എടുക്കും. അച്ചടിച്ച മുഴുവൻ ടിക്കറ്റുകളുടെയും മൂല്യം 356,56,70,000 രൂപയാണ്. പക്ഷേ 90 ലക്ഷം ലോട്ടറി ടിക്കറ്റുകൾ അച്ചടിക്കുമ്പോൾ ആകെ 5,34,670 പേർക്ക് മാത്രമാണ് നറുക്കെടുപ്പിൽ ഏതെങ്കിലുമൊക്കെ സമ്മാനം നേടാൻ കഴിയുക. ആകെ സമ്മാനത്തുക 125,54,00,000. ഏജന്റ് കമ്മീഷൻ 12,55,40,000. മുഴുവൻ ടിക്കറ്റും വിറ്റുപോയാൽ സർക്കാരിന് കിട്ടുന്ന ലാഭമാകട്ടെ 213,46,60,000 രൂപയാണ്. ലോട്ടറി ടിക്കറ്റിന് ഈടാക്കുന്നത് 500 രൂപയാണെങ്കിലും യഥാർത്ഥ വില 390 രൂപ 63 പൈസയാണ്. ബാക്കി വരുന്ന 109
രൂപ 37 പൈസ. 28% GST ആണ്. അച്ചടിക്കുന്ന 90 ലക്ഷം ടിക്കറ്റിൽ നിന്ന് ഖജനാവിലേക്ക് എത്തുന്ന GST 98,43,30,000 രൂപയാണ്. വിൽപ്പന ഘട്ടത്തിൽ ലാഭം ഇതാണെങ്കിൽ നറുക്കെടുപ്പിന് പിന്നാലെയും ഖജനാവിൽ വൻതോതിൽ പണമെത്തും. ഒന്നാം സമ്മാന നേതാവിൽ നിന്ന് തന്നെ 9,61,74,000 രൂപ ആകെ നികുതി ഇനത്തിൽ കിഴിക്കുന്നത് പോലെ തന്നെ ആനുപാതികമായി വരുന്ന സ്ലാബ് അടിസ്ഥാനമാക്കി 1 കോടി രൂപയുടെ രണ്ടാം സമ്മാനം നേടിയ 20 വിജയികളിൽ നിന്നും നികുതിയും സർചാർജും ഒക്കെ ഈടാക്കും. ഒന്നാം സമ്മാനം അർഹമായ ടിക്കറ്റ് വിറ്റ ഏജൻസിക്ക് ലഭിക്കുന്നത് 2.5 കോടിയിൽ നിന്ന് ഇതുപോലെ നികുതി ഈടാക്കും. ആദായ നികുതി നിയമപ്രകാരം ലോട്ടറിയിൽ നിന്ന് ലഭിക്കുന്ന 10,000 രൂപയ്ക്ക് മേലുള്ള സമ്മാന തുകകൾക്കൊക്കെ തന്നെ നികുതി വിധേയമാണ്. ഇങ്ങനെ ബമ്പർ സമ്മാനം അടിച്ചവരിൽ നിന്നും ഏജന്റുമാരിൽ നിന്നും മാത്രം 12 കോടിയിലേറെ രൂപയാണ് നികുതി ഇനത്തിൽ സർക്കാരിന് കിട്ടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.